എന്താ മോളെ പേര്? എൻ്റെ പേര് അശ്വിനി. അശ്വിനി, എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് എല്ലാം? ഒന്നും പറയാല്ല, അടിച്ചൊളിച്ച് കളിച്ച് പറഞ്ഞ അത്ര ഞങ്ങള് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിലേക്കൊക്കെ വന്ന് കളിക്കുന്നത്. പക്ഷെ പേടിയൊന്നും ഉണ്ടായില്ല, കൂളായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഥ അങ്ങനെ അതിലേക്ക് ചേർത്ത് കളിച്ചു. കലോത്സവ വേദി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഞങ്ങൾ സ്റ്റേജെല്ലാം കുറച്ച് ജനങ്ങളെല്ലാം കുറച്ചുണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വലിയ സ്വീകാര്യതയാണ്. മുഖ്യമന്ത്രിയെ കണ്ടല്ലോ, മുഖ്യമന്ത്രി എന്താ സംസാരിച്ചേ? ഞങ്ങളോട് പറഞ്ഞു സ്കൂള് വേഗം പഴയ പോലെ തിരിച്ചെടുക്കാൻ, ഞങ്ങളുടെ സ്കൂള് നല്ല രസമുണ്ട് കട. അങ്ങനെ ഉണ്ണിമാഷിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉണ്ണിമാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാഷല്ല, ഞങ്ങൾ സ്വന്തം അച്ഛനാണ്. മക്കളെയും അല്ലാണ്ട് വേറെ ഒന്നും വിളിച്ചിട്ടില്ല സാറ്. ഇതുവരെ എത്തിച്ചത് സാറാണ്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണ് അപ്പോൾ ഈ ജനഹൃദയങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിലേക്കെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിജീവനത്തിൻ്റെ നൃത്തച്ചുവടുകളാണ് ആ പെൺകുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. ശരി അഖില, കൂടുതൽ പേരെ അഖിലേക്ക് അവിടെ നിന്ന് കാണാൻ കഴിയട്ടെ. ഏതായാലും ഓരോരുത്തരെയും മാധ്യമങ്ങൾ കൊണ്ടുപോയി. അഖിലേക്ക് ഒരാളെയാണ് കാണാൻ പറ്റിയത്, പക്ഷേ ആ മിടുക്കി കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്താണ് അവർ അവിടെ അവതരിപ്പിച്ചത് എന്നത് അവരുടെ ജീവിതം തന്നെയായിരുന്നു. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ആ നൃത്തം വലിയ കയ്യടികളോടെയാണ് എല്ലാവരും ഏറ്റെടുത്തത് അവിടെ. കാരണം അതൊരു അതിജീവനത്തിൻ്റെ ചുവടാണ് നമ്മൾ കണ്ടത്. ആ ഉണ്ണിമാഷും അതിൻ്റെ സന്തോഷം പറയുകയായിരുന്നു. ഉണ്ണിമാഷ് തകർന്ന വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന കാഴ്ച ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ട്. അഖിലയാണ് അവിടെ നിന്നും അതിലെ ഒരു മിടുക്കിയുമായി ചേർന്നത്.